ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ജിപ്പോട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. യെസ്, അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എക്സാം ആണല്ലേടാ നാളെ. നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിന്റെ മക്കൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ്സിനോട് ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യാനോട്ടാ. അപ്പം എന്തായാലും മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്നല്ലേ മക്കളെ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതിങ്ങനെയാണ് എഴുതുക, പക്ഷെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, മിസ് ഇവിടെ ഇത് വേണോ അത് വേണോ, അങ്ങനെ എഴുതണോ ഇങ്ങനെ എഴുതണോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഏതാണ് ആ ക്വസ്റ്റ്യൻ? യെസ്, നോട്ടീസ് ആണിടാ. നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം കാണാൻ 100% ഷുവർ ചെയ്യാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കാരണം ഇനി നമ്മൾ 7th-ലോ 8th-ലോ ഒക്കെ നമുക്ക് എന്താണ് നോട്ടീസിന്റെ ആവശ്യം എന്തായാലും വരും. സോ ആ സമയത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ നോട്ടീസ് എന്നുള്ളത് കേട്ടോ. സോ നോക്കിയിടാം. The neighborhood of Aman plans to organize a program to congratulate Radha for her bravery. അല്ലെ, അപ്പൊ നമ്മുടെ ദ ചാമ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിനകത്ത് രാധ അല്ലെ, രാധ എന്ത് ചെയ്തിട്ടുണ്ട്? അമനെ ആ ഒരു വലിയ അല്ലെ റിവറിനകത്ത് നിന്ന് രക്ഷിക്കുന്നില്ലടാ. അങ്ങനെ ആ റിവറിനകത്ത് നിന്ന് അമനെ രക്ഷിച്ച രാധയ്ക്ക് അമന്റെ നെയ്ബർഹുഡ് അല്ലെ, അവരുടെ ആ ഒരു റെസിഡൻസ് അസോസിയേഷൻ അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാവാറില്ലേ. സോ അവരാരെങ്കിലും എന്ത് ചെയ്യാണ്? ഒരു അനുമോദന ചടങ്ങ് അല്ലെങ്കിൽ രാധേനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ, അവളുടെ ബ്രേവറി അല്ലെ, അവളുടെ ആ ഒരു ധീരതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇവന്റ്, ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. സോ ആ ഒരു നോട്ടീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക മക്കളെ? നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെക്കടാ. അധികം വലിയ വലുപ്പത്തിൽ എഴുതണ്ട, ചെറുതായിട്ട് എഴുതിയാൽ മതി. എന്ത്? ഒരു നോട്ടീസ് എന്ന് എഴുതുക കേട്ടോ. യെസ്, നോട്ടീസ് എന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക, സെൻട്രൽ പോർഷനിലായിട്ട് എഴുതുക. അതിനുശേഷം ഏത് ബോഡിയാണോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പ്രോഗ്രാം അല്ലെ, ഇപ്പൊ നിങ്ങളുടെ സ്കൂളാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ, സ്കൂളിന്റെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? യെസ്, GGVHSS അല്ലെങ്കിൽ ABC ഹൈസ്കൂൾ അല്ലെ, ABC ഹൈസ്കൂൾ ഓക്കെ തൃശ്ശൂർ, ഇങ്ങനെ സ്കൂളിന്റെ പേര് മേലെ കൊടുക്കണം. അതിനുശേഷമായിട്ട് എന്ത് ചെയ്യണടാ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നന്മ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു അസോസിയേഷന്റെ പേര് കൊടുക്കുക. തൊട്ട താഴെയായിട്ട് എന്താണ് ആ പ്രോഗ്രാം? സോ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ. ഓക്കെ, ഇവിടെ ഇപ്പൊ മിസ് പൊതുവെ എല്ലാ നോട്ടീസിനും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രോഗ്രാം ടൈറ്റിൽ, ഓക്കെ, അതെന്ത് ചെയ്യുക? നിങ്ങൾ അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെ എഴുതി കൊടുക്കുക. അതിനുശേഷം മക്കളെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ്, അതായത് ആ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ദിവസവും സ്ഥലവും ഏതാണോ, അപ്പൊ ഒരു ഡേറ്റ്, അതായത് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് ആണ് കേട്ടോ. നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, അതേപോലെ തന്നെ പ്ലേസ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ആ നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്, ആരാണോ ആ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, അവരെ നമ്മൾ കൊടുക്കുക അല്ലെ. യെസ്, പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇവിടെ എന്താണ്? ഡിയർ ഓൾ അല്ലെ. ഇപ്പൊ നമ്മൾ രാധയുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ആകുമ്പോൾ ഡിയർ ഓൾ അല്ലെങ്കിൽ എല്ലാവരും വിളിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ സ്കൂളിലുള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് പേരൻസ് അല്ലെങ്കിൽ ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം അല്ലെ. സോ ഇവിടെ ഡിയർ ഓൾ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എന്താണോ നമ്മുടെ പ്രോഗ്രാം അല്ലെ, നമ്മൾ എന്താണോ ആ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്, ആ പ്രോഗ്രാം എന്താണെന്നുള്ള മാറ്റർ നമ്മൾ അവിടെ എഴുതി വെക്കണം. പ്രോഗ്രാം എന്താണ് അല്ലെങ്കിൽ അതിന് എന്താണ് അവിടെ കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിന്റെ ആ ഒരു മാറ്റർ മിസ് കാണിച്ചു തരാം, നോട്ടീസ് കാണിച്ചു തരാം. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ആ ഒരു മാറ്റർ നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് അവിടെ എഴുതി വെക്കണം. അതിനുശേഷം പിന്നെ എന്താണെടാ, നമ്മളുടെ പ്രോഗ്രാം എവിടെ വെച്ച് നടക്കുന്നു, എപ്പോ നടക്കുന്നു, എന്ന് നടക്കുന്നു, അതായത് ഡേറ്റ്, പ്ലേസ് അല്ല, ഡേറ്റ്, വെന്യൂ, അതേപോലെ തന്നെ ടൈം. ഈ 3 കാര്യങ്ങൾ. നിങ്ങളിപ്പോ ഒരു കല്യാണത്തിന് ക്ഷണിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ കല്യാണത്തിന് ക്ഷണിക്കുന്ന സമയത്ത് ഏത് ഓഡിറ്റോറിയത്തിലാണ്, എപ്പോഴാണ് അതിന്റെ മുഹൂർത്തം അല്ലെങ്കിൽ ടൈം എപ്പോഴാണ്, ഏത് ദിവസമാണെന്നൊക്കെ ആ ഒരു കല്യാണ കത്തിൽ നോക്കില്ലേ. അതേപോലെ തന്നെയാണ് ഒരു നോട്ടീസിന്റെ അകത്ത് ആ പ്രോഗ്രാം എവിടെ വെച്ച് എപ്പോ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. സോ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. യെസ്, ഡേറ്റ്, ടൈം, പിന്നെന്താണ്? വെന്യൂ. ഓക്കെ, ഡേറ്റും
ടൈമും വെന്യൂവും നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊന്നും നിന്റെ മക്കൾ മറന്നു പോകരുത് കേട്ടോ. അതിനുശേഷം ഒന്നും കൂടെ ആൾക്കാരെല്ലാം കൂടെ അതിനകത്ത് പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ശേഷം ആരാണോ അല്ലെ സെക്രട്ടറി ആണെങ്കിൽ, അപ്പൊ ആ ക്ലബിന്റെ സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ആ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ക്ലബിന്റെ പ്രസിഡന്റിന്റെ പേര് കൊടുക്കുക. അങ്ങനെ ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ പേരും കൂടെ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു നോട്ടീസിനകത്ത് പൊതുവേ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇനി മിസ് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് പറ്റിയിട്ടുള്ള ആൻസർ എങ്ങനെയാണെന്നുള്ളത്. നോക്കിടാ, സെലിബ്രേഷൻ ഓഫ് ബ്രേവറി അല്ലെ, സെലിബ്രേഷൻ ഓഫ് ബ്രേവറി, അതായത് ആ ഒരു ധീരതയുടെ ഒരു സെലിബ്രേഷൻ അവിടെ നടക്കാൻ വേണ്ടി പോവാണ്. ഇതിന് മേലെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇവിടെ നമുക്കിപ്പം നന്മ റെസിഡൻസ് അസോസിയേഷൻ അല്ലെ, നന്മ റെസിഡൻസ് അസോസിയേഷൻ കാലിക്കറ്റ്. ഓക്കെ, കാലിക്കറ്റ് അല്ല, ഇത് ഡൽഹിയിലാണല്ലോ കഥ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഡൽഹി എഴുതാം. യെസ്, ഡൽഹി. പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്ത ഡേറ്റും പ്ലേസും അല്ലെ. അപ്പൊ നോക്കിടാ, ഡൽഹി എന്താ 12/6/2018 എന്തെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഡേറ്റ് കൊടുക്കുക. അത് നോക്കിടാ, ഡിയർ ഫ്രണ്ട്സ്, അവർ നെയ്ബർഹുഡ് ഇസ് പ്രൗഡ് ടു ഓണർ രാധ, ദ റിയൽ ലൈഫ് ഹീറോ ഹു സേവ്ഡ് അമൻ ഫ്രം ഡ്രൗണിങ് ഇൻ ദ യമുന റിവർ അല്ലെ. അപ്പൊ നമ്മളുടെ അസോസിയേഷൻ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? അവർ നെയ്ബർഹുഡ് ഇസ് പ്രൗഡ് ടു ഓണർ രാധ അല്ലെ, ഓണർ ചെയ്യുക. ഓണർ ചെയ്യുക പറഞ്ഞതാണ് ആദരിക്കുക. ആരെയാണ്? രാധേനെ. ദ റിയൽ ലൈഫ് ഹീറോ ഹു സേവ്ഡ് അമൻ ഫ്രം ഡ്രൗണിങ് ഇൻ ദ യമുന റിവർ അല്ലെ, ആ യമുന റിവറിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന അമനെ രക്ഷിച്ച ആ രാധേനെ ഓണർ ചെയ്യാനാണ്. ഹെർ കറേജ് ആൻഡ് quick thinking deserve a big celebration and we want you all to be a part of it അല്ലെ. അവളുടെ കറേജ്, അവളുടെ ആ ഒരു ധൈര്യം ആൻഡ് ക്വിക്ക് തിങ്കിങ് അല്ലെ, അവളുടെ ആ ഒരു ക്വിക്ക് ആയിട്ടുള്ള തിങ്കിങ് അല്ലെ, ഭയങ്കര ക്വിക്ക് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഡിസേർവ് എ ബിഗ് സെലിബ്രേഷൻ. അതെന്താണ്? വലിയൊരു സെലിബ്രേഷൻ തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി വോണ്ട് യു ഓൾ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് അല്ലെ, നിങ്ങൾ എല്ലാവരും അതിന്റെ ഒരു ഭാഗമാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നോക്കിടാ, യെസ്, ജോയിൻ us ഫോർ എ സ്പെഷ്യൽ പ്രോഗ്രാം ടു കൺഗ്രാറ്റുലേറ്റ് രാധ അല്ലെ. അപ്പം നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ എന്താണ് ഇൻവൈറ്റ് ചെയ്യാൻ അല്ലെ. ജോയിൻ us ഫോർ എ സ്പെഷ്യൽ പ്രോഗ്രാം ടു കൺഗ്രാറ്റുലേറ്റ് രാധ, രാധേനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനായിട്ട് ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് കണ്ടോ, നമ്മൾ 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ്, ടൈം, വെന്യൂ. വെന്യൂ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ പ്രോഗ്രാം നടക്കുന്നത് അല്ലെ, സ്കൂൾ എന്താണ് ഇപ്പൊ വേണമെങ്കിൽ നെയ്ബർഹുഡിൽ ഏതെങ്കിലും ഒരു പാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരും കൂടെ കൊടുക്കുക കേട്ടോ. നോക്കിയടാ, ലെറ്റ്സ് കം ടുഗദർ ടു ചിയർ ഫോർ രാധ, ഷെയർ ഹെർ ഇൻസ്പയറിംഗ് സ്റ്റോറി ആൻഡ് ഷോ ദാറ്റ് ബ്രേവറി ആൻഡ് കൈൻഡ്നെസ് ആർ ഓൾവേസ് റിവാർഡഡ്. ഡോണ്ട് മിസ് ദിസ് സ്പെഷ്യൽ ഇവന്റ്. ഈ ഒരു സ്പെഷ്യൽ ഇവന്റ് നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ആൾക്കാരെ ഒന്നും കൂടെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഇവിടെ നമ്മൾ എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് പറയണം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ ചെയ്യണത്? പ്രോഗ്രാം എന്താണെന്ന് പറയണം. അതിനുശേഷം എന്ത് ചെയ്യടാ? ഡേറ്റും ടൈമും വെന്യൂവും കൊടുക്കണം. ഇനി ഇതിന് ശേഷം മിക്കവാറും ചില നോട്ടീസിൽ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് 6th സ്റ്റാൻഡേർഡ് എത്തുന്നതിനോട് ഞാൻ അത് അധികം നിർബന്ധം പിടിക്കുന്നില്ല, എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോഗ്രാംസ് അവർ കൊടുക്കാറുണ്ട്. ആ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മക്കളെ. ഇനിയിപ്പം ഇതൊരു ഒഫീഷ്യൽ ആയിട്ടൊരു ചടങ്ങല്ല, അതായത് ഒരാളെ ആദരിക്കുന്ന ചടങ്ങാണ് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോഗ്രാംസ്, കീ ഇവന്റ്സ് എന്തൊക്കെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, അതും കൂടെ നോക്കിയാലോ. അപ്പൊ നിങ്ങൾ നോക്കിയിടാം. യെസ്, കീ ഇവന്റ്സ് കേട്ടോ. കീ ഇവന്റ്സ് അത് നിങ്ങൾ എവിടെയാ കൊടുക്കേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. അപ്പൊ ഇതിൻ്റെ അകത്ത് മിസ് ആഡ് ചെയ്തിട്ടില്ല, അത് ഇൻ കേസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ മാത്രം എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്താ, നിങ്ങൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള സാല്യൂട്ടേഷൻ കൊടുക്കുക. അതിനുശേഷം പ്രോഗ്രാം എന്താന്ന് ആദ്യം പറയാ. പ്രോഗ്രാം എന്താന്ന് പറഞ്ഞ ശേഷം നമ്മളുടെ ഡേറ്റും ടൈമും വെന്യൂവും കൊടുക്കുക. ഇതിന്റെ ശേഷമാണ് എന്തടാ കീ ഇവന്റ്സ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ മക്കളെ, ആ കീ ഇവന്റ്സിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? യെസ്, കീ ഇവന്റ്സിൽ അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? പ്രെയർ ആണ് കേട്ടോ. ആദ്യത്തെ പരിപാടി എന്താണ്? യെസ്, പ്രെയർ ആണ്. പ്രെയറിന് ശേഷം എന്താ വരുന്നത്? വെൽക്കം സ്പീച്ച് ആണ് കേട്ടോ. വെൽക്കം സ്പീച്ച് എന്ന് പറയുമ്പം ഏതെങ്കിലും ആ ഒരു നമ്മുടെ അസോസിയേഷനിലുള്ള ഏതെങ്കിലും ഒരാളുടെ പേരോ, അല്ലെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിലുള്ള ഏതെങ്കിലും ഒരു കുട്ടീന്റെ പേരോ ടീച്ചറുടെ പേരോ അങ്ങനെയൊക്കെ എഴുതാം. അതിനുശേഷം പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. എന്താണ്? പ്രസിഡൻഷ്യൽ അഡ്രസ്. എന്താണ് ഈ പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? യെസ്, അധ്യക്ഷ പ്രസംഗത്തിനാണ് പ്രസിഡൻഷ്യൽ അഡ്രസ്. അതായത് ആ ഒരു പ്രോഗ്രാമിനെ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള തീരുമാനിക്കുന്ന ഈ പ്രിസൈഡ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനാണ് നമ്മൾ പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറയാം കേട്ടോ. അതിനുശേഷം ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓണറിങ് അല്ലെ. ഓണറിങ് ആരെ? നമ്മുടെ രാധ.
ഓണറിങ് രാധ. ആരാണ് രാധ? രാധേനെ ആരാ ഓണർ ചെയ്യുക? ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റീന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെ ഏതെങ്കിലും ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആരുടെങ്കിലും ഒക്കെ ഒരാളെ പേര് കൊടുക്കുക. ആ ഒരാള് രാധേനെ ഓണർ ചെയ്യുന്നു. അതിനുശേഷം ഫെലിസിറ്റേഷൻസ്. ഫെലിസിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശംസകളാണ് കേട്ടോ. നമ്മൾ പറയുന്നത് എന്താണ്? ആശംസേനെയാണ് ഫെലിസിറ്റേഷൻ എന്ന് പറയാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അസോസിയേഷനിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ്. എന്താണിടാ? യെസ്, വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറയുമ്പം നന്ദി പ്രസംഗമാണ് കേട്ടോ. അതായത് ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ആ ഒരാളുടെ ഡ്യൂട്ടി. സോ വോട്ട് ഓഫ് താങ്ക്സ്. ഇങ്ങനെയാണ് കീ ഇവന്റ്സ് അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാംസ് എഴുതേണ്ടത്. ഇത് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും അത് എഴുതാനുണ്ടെന്നാണെങ്കിൽ മാത്രം എവിടെ ഈ ഒരു കാര്യത്തിന് ശേഷം കീ ഇവന്റ്സ് കൊടുക്കുക. അതിനുശേഷം എല്ലാവരും ഒന്നും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ശേഷം റിഗാർഡ്സ്, എന്നിട്ട് യുവർ നെയിം. നിങ്ങളാണ് ഇപ്പം ആ ഒരു അസോസിയേഷൻ നമ്മുടെ എന്താ പറയാ ഈ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിന് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ നോട്ടീസിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മുടെ രാധയുടെ സെറമണി ആവണ്ട വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് ഒന്ന് എഴുതി നോക്കിയേ. ഈ ഫോർമാറ്റ് എങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും നോട്ടീസ് എഴുതാനായിട്ട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് കേട്ടോടാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൈവിൽ പറയാം. ഓക്കേടാ, ബൈ.